ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗംഗാപ്രസാദിനെയാണ് കാണിക്കുന്നത്. പല്ലും തെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്കും വേലു വന്നു. ഡാ, നിന്റെ അസുഖമൊക്കെ മാറിയില്ലേ? ഇന്ന് നിനക്ക് പോയിക്കൂടെ? അത് കേട്ടതും ഗംഗാപ്രസാദ് ഒന്നും മിണ്ടാതെ തുറച്ചു നോക്കുക. നിനക്ക് ശരിക്കും സംസാരശേഷി ഇല്ല എന്നുള്ളത് സത്യമാണോടാ? അത് കേട്ടതും സത്യ എന്നും ആംഗ്യ ഭാഷയിൽ ഗംഗാപ്രസാദ് ഇങ്ങനെ തലയാട്ടുക. ഈ സമയം എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നിന്റെ ഊരും പേരും ഒക്കെ എവിടെയാണെന്ന് എഴുതി കാണിച്ചാ ഞാൻ നിന്നെ കൊണ്ടുപോയി അക്കരയ്ക്ക് കൊണ്ടുപോയി വിടാം. എവിടെയാന്ന് പറയടാ, നിന്നെ കൊണ്ടുപോയി വിടാടാ. അത് കേട്ടതും നമ്മുടെ അമലും അങ്ങോട്ട് വരും. അത് കേട്ടോണ്ട് അല്ല, വിനായകേട്ടനെ കൊണ്ടുവിടണമെന്ന് വേലുവേട്ടൻ എന്താ ഇത്ര നിർബന്ധം? അപ്പ പറഞ്ഞല്ലോ പുള്ളിക്കാരന്റെ ശബ്ദം തിരിച്ചു കിട്ടിയിട്ട് കൊണ്ടുപോയി വിട്ടാൽ മതിയെന്ന്. ഇപ്പൊ തന്നെ അസുഖം മാറിയില്ലേ? പിന്നെ എന്താ, ശബ്ദം കിട്ടണമെന്ന് ഇത്ര നിർബന്ധം? ഇനിയിപ്പോ ശബ്ദം കിട്ടിയില്ലെങ്കിലോ? ഇവിടെ തന്നെ നിർത്താനാണോ തീരുമാനം? അതൊക്കെ അപ്പ നോക്കിക്കോളും. വേലുവേട്ടന്റെ കാര്യം നോക്കി പോകാൻ നോക്ക്. പോയിക്കോളാം, ഞാൻ പോയിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മുടെ ഗംഗാപ്രസാദ് ആക്ഷം കാണിക്കുക. അത് കേട്ടത് ദേ ശബ്ദം വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് പൊയ്ക്കോട്ടെ. അതല്ലേ പറഞ്ഞത്, ശബ്ദം ഇത്തിരി ഇത്തിരി വരുന്നുണ്ട്, മൊത്തമായിട്ട് അങ്ങ് വരട്ടെ, അതിനുശേഷം വിടാൻ പറ്റുള്ളൂ. എന്തായാലും ഇപ്പൊ വേലുവേട്ടൻ എന്ത് വിചാരിച്ചാലും ഇവിടെ നിന്ന് വിനായകേട്ടനെ വിടാൻ ഞാൻ സമ്മതിക്കില്ല. വിനായകേട്ട, പല്ല് വെച്ചിട്ട് വാ, ഞാൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇയാൾ പറയുന്നൊന്നും കേൾക്കണ്ട, വാ, എഴുന്നേറ്റ് വാ എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് താങ്ങി പിടിച്ചുകൊണ്ട് പോവുക. ഈ സമയം ഗംഗാപ്രസാദ് ആണെങ്കിൽ വേലുവിനെ അത് നോക്കി കളിയാക്കി ചിരിക്കുക. ഇവൻ ഇവിടുന്ന് പോണില്ലല്ലോ, ഇവൻ ഇവിടെ നിന്ന എൻ്റെ കാര്യം പോക്ക. എന്തായാലും ഇവൻ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വേലു ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ്. കിരണും കല്യാണിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പാവം മനോഹർ അവനാണെങ്കിൽ ആകെ മൊത്തത്തിൽ മാറി. കിരണേട്ടാ, ഇനിയിപ്പോൾ അവനെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അവന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മൾ സാധിച്ചു കൊടുക്കണം. അവൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് അറിയില്ല. ഇനി അവൻ ജീവിക്കോ മരിക്കോ, ഇനി അവന് ആയുസ്സുണ്ടോ, ദൈവം അവന് ആയുസ് കൊടുക്കുമോ എന്നൊന്നും അറിയില്ല. അങ്ങനെയുള്ളപ്പോൾ അവനെ നമ്മൾ സഹായിക്കേണ്ട കിരണേട്ടാ. അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കട്ടെ. വേണം കല്യാണി, അത് വേണം. കാരണം മരിക്കാൻ പോകുന്ന ഒരാഗ്രഹം പറഞ്ഞാൽ അത് നമ്മൾ സാധിച്ചു കൊടുക്കണം. മനോഹറിനെ രക്ഷിക്കണമെന്ന് നമുക്ക് ഡോക്ടറോട് പറയാനേ പറ്റൂ. പക്ഷേ അവനെ ശിക്ഷിക്കണമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം സരിയു മാറി, അതുപോലെ തന്നെ മനോഹർ മാറി. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും നമ്മൾ മനോഹറിനെ ശിക്ഷിക്കുന്നത് ശരിയല്ല. അവനൊരാഗ്രഹം കുഞ്ഞിനെ കാണണമെന്ന്. ആ കുഞ്ഞിനെ കൊണ്ടുപോയി അവനെ അങ്ങ് കാണിച്ചേക്കാം. സരയുവിന് ഇഷ്ടമല്ലെങ്കിലും സരയുവിൻ്റെ കണ്ണ് വെട്ടിച്ച് നമുക്ക് ആ കുഞ്ഞിനെ അവന് കാണിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ അത് നമ്മൾ അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ശിക്ഷയായിരിക്കും. അത് കേട്ടതും നമ്മുടെ കിരൺ, അത് ശരിയാ, എന്തായാലും നീ കൊണ്ടുപോയി കാണിക്ക്. പിന്നെ ഞാൻ അങ്ങോട്ട് പോയാൽ അത് വലിയ ടെൻഷനാവും. സരയു എന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ അവൾ സംശയിക്കും. അതുകൊണ്ട് എന്തായാലും ഞാനിവിടെ ഇരുന്നോളാം, നീ പോയിട്ട് വാ കല്യാണി. കുഞ്ഞിനെ കൊണ്ട് നീ അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ശരി കിരണേട്ടാ, എന്നാൽ പിന്നെ ഞാൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാം. ഇല്ലെങ്കിൽ അത് വേറെ പ്രശ്നമായി മാറും. സറിയോ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് പോവുക. പാവം മനോഹർ, അവൻ ഒരുപാട് മാറി. അവൻ്റെ മാറ്റം നല്ലതാ. പക്ഷേ സരയു ആണെങ്കിൽ അവനെ കൊല്ലാൻ നടക്കുക. അവൻ മാറിയതുകൊണ്ട് ഇനിയിപ്പോൾ അവനെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവില്ല. എപ്പോഴും അവൻ നല്ല രീതിയിൽ ചിന്തിക്കും. എല്ലാം അവൻ നല്ലത് മാത്രമേ മനസ്സിലാക്കൂ. എന്തായാലും മനോഹറിൻ്റെ മാറ്റം നല്ലതിന് തന്നെയാണ്. പക്ഷേ സരയു അവനെ മനസ്സിലാക്കുന്നില്ലല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്ന സരയുവിനെയാണ്. ആരും എന്നെ സഹായിക്കില്ല അവനെ കൊല്ലാൻ. എന്തായാലും അവനെ എങ്ങനെയെങ്കിലും കൊന്നേ പറ്റൂ. അവൻ മരിക്കണം, അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല. അവനെ കൊല്ലാൻ ആരുടെ സഹായം ചോദിച്ചിട്ട് കാര്യമില്ല. ആരും എന്നെ സഹായിക്കില്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ശരി, അവനെ അങ്ങ് തീർക്കാതെ എനിക്കിനി ഉറക്കം വരില്ല. തീർക്കണം, അവനെ തീർക്കണം. അതിന് ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്നും ആലോചിച്ചുകൊണ്ട് സരയുവിൻ്റെ കയ്യിൽ ആ ഡ്രസ്സ് കിട്ടുക. അതെ, ഒരു പർദ്ദ. ആ പർദ്ദ നോക്കിക്കൊണ്ട് തന്നെ സരയു പറയുവാണ്, ഈ വേഷം ധരിച്ചുകൊണ്ട് തന്നെ ഞാൻ അവനെ കൊന്നിരിക്കും. അതിനുശേഷം എനിക്ക് സമാധാനത്തോടെ ജയിലിലേക്ക് പോകാമല്ലോ. എന്നെ മാത്രമല്ല, ഈ ലോകത്ത് ഒരുപാട് പെൺകുട്ടികളെ ചതച്ച ഒരുത്തനെ ഞാൻ കൊല്ലുമ്പോൾ അതെനിക്ക് അഭിമാനമായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരയു ആ പർദ്ദ അണിഞ്ഞു. അതിനുശേഷം ഒരു ഓട്ടോറിക്ഷയിൽ കയറി ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ ഇറങ്ങി മൊത്തം ചുറ്റോട് ചുറ്റും നോക്കി. സരയുവിനെ സത്യം പറഞ്ഞാൽ ആർക്കും മനസ്സിലാവുന്നില്ല. ഈ സമയം സരയു പതിയെ നേരെ അങ്ങ് പോവുക. നോക്കിയപ്പോൾ ഐസിയുവിന് മുൻപിൽ പോലീസുകാർ കാവലുണ്ട്. ഇവരുടെ കണ്ണു വെട്ടിച്ച് ഐസിയുലേക്ക് എങ്ങനെ കടക്കും?
ഭാരതവേഷം ആയതുകൊണ്ട് എന്തായാലും മനസ്സിലാവില്ല എന്നും ആലോചിച്ചുകൊണ്ട് സരയു ICUലേക്ക് കടക്കാനായിട്ട് കയറി ചെല്ലുക. അപ്പോഴത്തേക്കും പോലീസുകാർ, അതെ എങ്ങോട്ടാ പോകുന്നേ, ഇപ്പോൾ വിസിറ്റേഴ്സിന്റെ സമയമല്ല, ഓ സോറി എന്നും ശബ്ദം മാറ്റി പറഞ്ഞുകൊണ്ട് സരയു പിന്നിലേക്ക് തിരിഞ്ഞു പോവുക. ഈ സമയം നമ്മുടെ സരയു ആലോചിക്കുകയാണ്, ഈ വേഷത്തിൽ പോയാലും അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരയു അവിടെ ഇവിടെയൊക്കെ ചുറ്റും ഇങ്ങനെ നോക്കുക. എല്ലായിടത്തും നോക്കിക്കൊണ്ട് നിൽക്കുക. എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് എല്ലായിടത്തും ഇങ്ങനെ ചുറ്റി നോക്കുമ്പോഴത്തേക്കും ഒരു സിസ്റ്റർ തൻ്റെ റൂമിൽ നിന്നും ഡ്രസ്സ് മാറിയിട്ട് വരുന്നത് സരയുടെ കണ്ണിൽപ്പെട്ടു. ഇതാണ് പറ്റിയ അവസരം എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരയു അകത്തേക്ക് കയറി. എന്നിട്ട് ഭരതവേഷം മാറി അതിനുശേഷം സിസ്റ്ററിന്റെ വേഷം എടുത്തിട്ട് സരയു അവിടെ നിന്നും മാസ്ക് ഇട്ട് പുറത്തേക്ക് ഇറങ്ങി. സരയുവിൻ്റെ വരവ് കണ്ടതും ശരിക്കും ആ ഹോസ്പിറ്റലിലെ നേഴ്സാണെന്ന് തന്നെ വിചാരിക്കും. ഈ സമയം നമ്മുടെ കല്യാണി കാറിൽ വന്നിറങ്ങുക കുഞ്ഞിനെയും കൊണ്ട്. കൺമണി മോളെ മനോഹരനെ കാണിക്കാനായിട്ട്. മോളെ ഒരാളെ കാണണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി കുഞ്ഞിനോട് സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് വരുമ്പോഴത്തേക്കും സ്റ്റെപ്പിൽ നിന്നും സരയു ഇറങ്ങി വരുന്നത് കാണുക. മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിലും കല്യാണിക്ക് ആളെ പിടികിട്ടി. അത് സരയു അല്ലേ, അവള് വേഷം മാറി വന്നിരിക്കുന്നു. ഈശ്വര, അവള് മനോഹരനെ കൊല്ലാൻ തന്നെ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് സമ്മതിച്ചു കൊടുക്കരുത്, എനിക്ക് തെറ്റിയിട്ടില്ല, അത് സരയു തന്നെയാ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ കല്യാണി പെട്ടെന്ന് തന്നെ അവിടെ മാറി നിന്ന് നോക്കുക. കാരണം കുഞ്ഞിനെ കൊണ്ട് വന്നിരിക്കുന്ന കല്യാണിയെ കണ്ടാൽ പിന്നെ തീർന്നു. അതുകൊണ്ട് തന്നെ കല്യാണി മറഞ്ഞു നിന്നു. ഈ സമയം സരയു നേരെ ICUലേക്ക് പോവുക. സിസ്റ്ററിന്റെ വേഷം ആയതുകൊണ്ട് പോലീസുകാരും തടഞ്ഞില്ല. പോലീസുകാരൊന്നും മിണ്ടാതെ അവിടെ ഇരിക്കുക. ഈ സമയം നമ്മുടെ കല്യാണി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വേറെ മുകളിലേക്ക് പോവുക. ഇതേ സമയം നമ്മുടെ സരയു അകത്തേക്ക് ചെന്നപ്പോൾ മനോഹർ നല്ല ഉറക്കമായിരുന്നു. ഡാ എന്നും പറഞ്ഞൊരു വിളി. ആ വിളി കേട്ടതും മനോഹർ തിരിഞ്ഞു നോക്കിയിട്ട് കണ്ണു തുറന്നപ്പോഴത്തേക്കും നമ്മുടെ സരയു മുഖത്തിരുന്ന മാസ്ക് അങ്ങ് മാറ്റി. മനോഹർ ഞെട്ടി. സരയു നീയോ? അതെടാ, ഞാൻ തന്നെയാടാ, നിന്നെ കൊല്ലാനാ ഞാൻ വന്നിരിക്കുന്നത്. നിന്നെ കൊല്ലാൻ നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും നിന്നെ പുറത്തു കിട്ടാൻ ഒരു അവസരം കാത്തിരിക്കുമായിരുന്നു ഞാൻ. ജയിലിൽ വെച്ച് എൻ്റെ അച്ഛൻ നിന്നെ ഈ അവസ്ഥയിലാക്കി. ഇനി എനിക്ക് ഇവിടെ വെച്ച് നിന്നെ പൂർണ്ണമായും ഈ ലോകത്ത് നിന്ന് പറഞ്ഞു വിടണം. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് സരയു മനോഹറിന്റെ കഴുത്തിനും വായിക്കും പൊത്തിപ്പിടിക്കുക. ഈ സമയം ശ്വാസം കിട്ടാതെയും സംസാരിക്കാൻ പറ്റാതെയും മനോഹർ ജീവന് വേണ്ടി പെടയുക. പോലീസുകാരൊന്നും ആരും എത്തി നോക്കുന്ന പോലുമില്ല. മനോഹർ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുക. ചാകടാ, എത്രയോ പെൺകുട്ടികളുടെ ജീവിതം തകർത്തവനാ നീ കാരണം ഇന്ന് എനിക്ക് സമൂഹത്തിലെ ഒരു വിലയും ഇല്ലാണ്ടായി. എൻ്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ മോളുടെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തുമാത്രം വേദനിച്ചു എന്നറിയാമോ? നീ ഉള്ളത് കാരണം ഒരുപാട് അഹങ്കാരത്തോടെയാ ഞാൻ ജീവിച്ചത്. ആ അഹങ്കാരം മുഴുവനും ഒറ്റ നിമിഷം കൊണ്ട് തകർന്നില്ലാതായത് നീ കാരണമാ. നീ ഒരുത്തൻ കാരണം. അങ്ങനെ ഒരുത്തനായി നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ലടാ. നിനക്ക് ശിക്ഷ തരേണ്ടത് കോടതിയൊന്നുമല്ല, ഞാൻ തന്നെ നിനക്ക് ശിക്ഷ വിധിച്ചു കഴിഞ്ഞു. ഇനി നീ ആ ശിക്ഷയ്ക്കുള്ള വിധി അങ്ങോട്ട് ഏറ്റെടുത്താൽ മതി. ചാകടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമർത്തിക്കൊണ്ടേയിരിക്കുക. ഈ സമയം കല്യാണി ഒരു സിസ്റ്ററിൻ്റെ അടുത്തേക്ക് വന്നു. സിസ്റ്ററെ ICU കിടക്കുന്ന പേഷ്യൻറ്റിനെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നു, ഓടി വായോ എന്നും. ഇത് കേട്ടതും സിസ്റ്റർമാർ ഓടി ICUലേക്ക് വന്നു. അതെ, എന്താ കാണിക്കുന്നേ? മാറി നിൽക്ക് എന്ന് പറഞ്ഞ് സരയുവിനെ തള്ളി മാറ്റുമ്പോഴത്തേക്കും ആ സിസ്റ്ററിനെ പിടിച്ചൊരൊറ്റ ചവിട്ട്. സിസ്റ്റർ തെറിച്ചു പോയി കിടക്കുന്നു താഴെ. ഈ സമയം വേറൊരു സിസ്റ്ററും കൂടെ ഓടി വന്നു. എന്താ കാണിക്കുന്നേ ഈ കുട്ടി എന്താ കാണിക്കുന്നേ? പിടിക്കവളെ എന്നും പറഞ്ഞുകൊണ്ട് ബലമായിട്ട് സരയുവിനെ പിടിച്ചു മാറ്റുക. അതിനുശേഷം സരയുവിനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക. ഈ സമയം കല്യാണി എല്ലാം മറിഞ്ഞെന്ന് കാണുന്നുണ്ടായിരുന്നു. എന്താ ഇവിടെ പ്രശ്നം? എൻ്റെ ഡോക്ടറെ, വേഷം മാറി വന്നതാ ആ ICU കിടക്കുന്ന ആളെ കൊല്ലാൻ. എന്താ സാർമാരെ ഇത്? ഒരാളെ തന്നെ കൊല്ലാൻ നോക്കിയിട്ട് ഒരാളെ തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ട് നിങ്ങളുടെ ജോലിയൊക്കെ പോകാനിരുന്നല്ലേ? എന്നിട്ട് ഇത്രയും കെയർഫുള്ളായിട്ട് നോക്കുകയാണോ? അത് കേട്ടതും അയ്യോ, സിസ്റ്ററിന്റെ വേഷത്തിൽ കയറിപ്പോയതുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല ഡോക്ടർ. ഇങ്ങനെയൊന്നും പറയണ്ട. ഒരു രോഗി കാണാതായതിന്റെ പേരുദോഷം ഇനിയും ഞങ്ങൾക്ക് തീർന്നിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കാതെ നോക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഇവിടേക്ക് ആര് കയറിപ്പോയാലും അതിവിടുത്തെ ഡോക്ടർ ആണെങ്കിൽ പോലും മുഖം നോക്കിയിട്ട് അകത്തേക്ക് വിട്ടാൽ മതി. മനസ്സിലായോ സാർമാരെ? ശരി. നീ എന്താടി അവനെ കൊല്ലാൻ വേണ്ടി നടക്കുവാണോ? അന്ന് കാണാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഇപ്പൊ വീണ്ടും കൊല്ലാൻ വേണ്ടി വന്നിരിക്കണോ? കൊല്ലണം സാറേ, ചാകണം.
അവൻ ജീവിക്കേണ്ടവനല്ല, അവൻ മരിക്കട്ടെ സാറേ എന്നും സരയു. ഇത് കേട്ടതും പിടിച്ച് കെട്ടിയിട്ടിട്ട് അവിടെ ഇരുത്ത്, പോലീസുകാർ വരട്ടെ, ഇനി ICU കിടക്കുന്ന പേഷ്യന്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ശ്വാസം മുട്ടിക്കുമായിരുന്നു സാറേ, ഞങ്ങൾ ചെന്നപ്പോൾ വായും കഴുത്തും പൊത്തി പിടിച്ചിരിക്കുമായിരുന്നു, കഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അകത്തേക്ക് ചെല്ലുക. ഈ സമയം അവിടെ നിന്നും പോയി. അപ്പൊ കിരൺ ചോദിക്കുക, എന്താ കല്യാണി, കുഞ്ഞിനെ കാണിച്ചോ എന്നും. ഇല്ല കിരണേട്ടാ, കുഞ്ഞിനെ കാണിക്കാൻ പറ്റിയില്ല. അയ്യോ അതെന്താ? ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരാള് സിസ്റ്ററിന്റെ വേഷം മാറി അങ്ങോട്ടേക്ക് ചെന്നിരിക്കുന്നു. ആണോ? എന്നിട്ട് എന്താ? ഒറ്റനോട്ടത്തിൽ എനിക്ക് മനസ്സിലായി അത് സരയുവാണെന്ന്. സരയുവിനെ കണ്ടതും ഞാൻ മറിഞ്ഞു നിന്നു. കുഞ്ഞിനെ കൊണ്ട് എനിക്ക് അകത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അപ്പോഴേക്കും അവൾ ICUലേക്ക് കയറിപ്പോയി. അവളുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ നേരെ മറ്റു സിസ്റ്റർമാരോട് ചെന്ന് കാര്യം പറഞ്ഞു. അവളെ പിടിച്ചവിടെ കെട്ടിയിട്ടിരിക്കുക. അത് കേട്ടതും ഈശ്വര, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവൾക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ ജയിലിലേക്ക് പോകേണ്ടി വരും കിരണേട്ടാ. പാവം മനോഹർ, അവൻ്റെ ആഗ്രഹം നടന്നില്ലല്ലോ. കുഞ്ഞിനെ ഒന്ന് പിന്നായം പോലെ കാണാൻ പോലും അവന് പറ്റിയില്ലല്ലോ. അതെ, അവനിപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അവൾ കഴുത്തി പിടിച്ച് നെക്കിയപ്പോൾ ചത്തുപോയിക്കോട്ടെ എന്ന് വിചാരിച്ച് കാണും ആ പാവം. എന്തു ചെയ്യാനാ? ചെയ്ത തെറ്റുകളെല്ലാം ഇപ്പം അവനെ ചുറ്റി വരിക. അവൻ വലിയ പാപങ്ങളും തെറ്റുകളും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അവനിനി ഒന്നും പറയാൻ പറ്റില്ല കല്യാണി. എന്തൊക്കെ സംഭവിച്ചാലും അവൻ്റെ ജീവിതം തീർന്നു. അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സരയു അവനെ കൊല്ലാൻ നോക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇനി ഒരു കാര്യം, എങ്ങനെയെങ്കിലും അവനെ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കണം. ICU കിടക്കുന്ന ആ പാവത്തിനെ രക്ഷിക്കാൻ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. ഇനി സരയുവും ജയിലിൽ കിടക്കേണ്ടവളല്ല, അവളെയും രക്ഷിക്കണം. അതല്ല, എന്തായാലും ഇനിയിപ്പോൾ മനോഹറിനെ കുഞ്ഞിനെ കാണിക്കാൻ പറ്റില്ല. മനോഹർ മാറി, സരയും മാറി, അവരെ തമ്മിൽ ഒന്നിപ്പിക്കാനും പറ്റില്ലല്ലോ കിരണേട്ടാ. അതെ, എങ്ങനെയും ഒന്നിപ്പിക്കാൻ പറ്റില്ല. സരയു ഒരിക്കലും അതിനോടൊത്തു പോകില്ല. മനോഹർ ഒത്തുപോയാലും സരയുവിന് അതിന് പറ്റില്ല. കാരണം അവനൊരു ഭാര്യയല്ല, ഒരുപാട് ഭാര്യമാരുണ്ട്. ആ ഭാര്യമാരെല്ലാം അവനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പ്രശ്നമാവും. അഥവാ വേറെ സംസാരത്തിൽ ചെന്നെത്തും. അതുകൊണ്ട് അവള് കല്യാണം കഴിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇനിയിപ്പോൾ മനോഹറിന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തേ പറ്റൂ. പുറത്ത് മകളും ജയിലിനകത്ത് അച്ഛനും അവനെ കൊല്ലാനായിട്ട് ഒരുമ്പട്ടും തമ്പിട്ടൊക്കെ നടക്കുക. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈശ്വര, പാവം മനോഹറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പം സങ്കടം വരിക. അവൻ നമ്മുടെ വീട്ടിലേക്ക് ഓരോ കത്തുകൾ അയച്ചപ്പോൾ ജയിലിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചു. എന്നാൽ ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന മനോഹറിന് കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കാണിക്കണമെന്ന് കരുതി കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ ആയിപ്പോയല്ലോ കിരണേട്ട. അവൻ ഉറക്കത്തിൽ പോലും കുഞ്ഞിൻ്റെ പേരെ വിളിച്ചു പറയുന്നതെന്നാ ഡോക്ടർ പറഞ്ഞത്. പാവം, അവൻ ആ കുഞ്ഞിനെ കാണാൻ നല്ല ആഗ്രഹമുണ്ട്. എന്തു ചെയ്യാനാ? സരയു കാരണം അതിന് സമ്മതിക്കാൻ പറ്റുന്നില്ലല്ലോ. ഏതായാലും നമുക്കൊന്നുകൂടെ ശ്രമിക്കാൻ കല്യാണി എന്നൊക്കെ പറയാം. എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ വിളിച്ച് പറകിരേട്ടാ, അവളെ പോലീസ് പിടിച്ചാൽ അത് വേറെ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണം ഇങ്ങനെ ഇരിക്കുക. ഈ സമയം ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. സരയുവിനെ ഡോക്ടറിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. നിനക്കൊന്നും കുറച്ചും കൂടെ ബുദ്ധിയും വിവരവും ഇല്ലേ? നിന്നോട് പറഞ്ഞതല്ലേ അയാളെ കാണാൻ പറ്റില്ല എന്ന്, പിന്നെ എന്തിനാ വീണ്ടും കയറി വന്നത്? എനിക്ക് കൊല്ലണം സാറേ, അവൻ ചാകേണ്ടവനാ. അവൻ ഒരിക്കലും ജീവിച്ചിരിക്കാൻ പാടില്ല. അവനെ പോലുള്ള ഒരുത്തനൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നത് തന്നെ മറ്റു പെൺകുട്ടികൾക്ക് പേടി സ്വപ്നമാണ്. അതുകൊണ്ട് അവൻ മരിക്കട്ടെ സാറേ. അത് തീരുമാനിക്കേണ്ടത് നീയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഡോക്ടർ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ SPI വരിക. എന്താ ഇവിടെ? എടോ, തന്നോടൊക്കെ പറഞ്ഞതല്ലേ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. ഇവളെ പോലുള്ളവന്മാരൊക്കെ ഇങ്ങനെ കയറി വരും വേഷം മാറി. ഒരുത്തൻ ചാടിപ്പോയതിന്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല. അവൻ ചാടിപ്പോയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നവരൊന്നും ഇപ്പൊ സ്റ്റേഷൻ പരിധിയിലില്ല. അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് നോക്കാൻ പറ്റുമെങ്കിൽ നോക്ക്. ആര് വേഷം മാറി അകത്തേക്ക് പോയാലും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതല്ലേ. സോറി സാർ, സിസ്റ്ററിന്റെ വേഷം ആയതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ അവന്റെ ഭാര്യയാണ്, അത് ഞങ്ങൾക്കറിയാം എന്ന് കരുതി അവന്റെ ശിക്ഷ നീ വിധിക്കണ്ട. കോടതി വിധിച്ചു കഴിഞ്ഞു. അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവനെക്കുറിച്ച് ആലോചിച്ച് അവനെ കൊല്ലാൻ നടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ചാകണം സാറേ, ചാകണം. അവൻ ചത്തേ തീരൂ. ഈ കുട്ടി മുമ്പ് മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുള്ളതാ സാറേ. ഇനി ഭ്രാന്തായോ എന്തോ. അല്ല, ഇനി മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണോ അതോ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണോ? അത് കേട്ടതും മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. അവനെ കൊല്ലാൻ വേണ്ടിയുള്ള അതാണ് കാണിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുപോയിക്കും സാറേ. എന്നാ വാടി എന്ന് പറഞ്ഞ് വനിതാ പോലീസ് നമ്മുടെ സരയുവിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുക. ഈ സമയം സരയു വിടന്നെ, അവനെ കൊന്നിട്ട് എന്നെ തൂക്കിക്കൊന്നോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇങ്ങോട്ട് വാടി എന്നും പറഞ്ഞുകൊണ്ട്
സരയുവിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുക. എന്തായാലും ICU കിടക്കുന്ന ആൾക്ക് കുഴപ്പം വല്ലതും ഉണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്ക് സാറുമാരെ എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അങ്ങ് പോയി. ഈ സമയം നമ്മുടെ സരയുവിനെ ജീപ്പിൽ പിടിച്ച് കയറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സരയുവാണെങ്കിലും മനോഹറിനെ കൊല്ലാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരവസ്ഥയിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.